ലബനാനിലെ ആക്രമണമൊക്കെ ട്രംപ് അവസാനിപ്പിക്കാതെ, നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ഇനി ഒരു ചർച്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വീണ്ടും യുദ്ധം, ആക്രമണം പുനരാരംഭിക്കാനുള്ള സാധ്യത തന്നെയാണോ ഉള്ളത്? പ്രക്ഷുബ്ധമായിട്ടുള്ള, ഏറെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ സമാധാന നീക്കങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തൊക്കെ പുറമേക്ക് പ്രകോപനപരമായിട്ടുള്ള ഭീഷണികളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരെ മുൻനിർത്തിക്കൊണ്ട് ആശയവിനിമയങ്ങൾ നടന്നിരുന്നു. ഇന്നലെ രാത്രി വരെയും ഭേദഗതി നിർദ്ദേശങ്ങൾ പരസ്പരം കൈമാറുകയും ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് രണ്ട് സേനകൾ തമ്മിൽ പ്രത്യക്ഷമായി തന്നെ ഒരു ഏറ്റുമുട്ടലിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്ന കടുത്ത ചില നിലപാടുകളാണ്. ആണവ വിഷയം എന്നത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയുടെ ഭാഗമായിട്ട് മാറണം എന്നൊരു ഭേദഗതി നിർദ്ദേശമാണ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഉപാധികളിലൊന്ന്. അത് നേരത്തെ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ചയിൽ ആണവ വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, ആദ്യം യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള 2 മാസത്തെ താൽക്കാലിക വെടിനിർത്തലിന് അവസരമൊരുക്കുക, അതിലൂടെ ഹോർമുസ് കടലൊടുക്ക് തുറക്കുകയും അതോടൊപ്പം തന്നെ ചർച്ചകൾ മുന്നോട്ട് പോയാൽ അനുകൂലമാണെങ്കിൽ ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീർപ്പിലെത്താമെന്നായിരുന്നു മധ്യസ്ഥ രാജ്യങ്ങളുമായി ഇരു രാജ്യങ്ങളും രൂപപ്പെടുത്തിയ ധാരണ. അതിനെ തകിടമറിച്ചുകൊണ്ടാണ് ആണവ വിഷയം ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയിലേക്ക് വരേണ്ടതുണ്ട്, അതിന് വേണമെങ്കിൽ സമയമെടുക്കാം, സമയമെടുത്താലും ഏറ്റവും വലിയ ഒരു കരാർ, ഫലപ്രദമായിട്ടുള്ള ഒരു കരാറാണ് താൻ ലക്ഷ്യമിടുന്നത് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായിട്ടും സ്വതന്ത്രമായി തുറന്നു കൊടുക്കണം, അവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് പരമാധികാരം അനുവദിച്ചു കൊടുക്കാനാവില്ല എന്ന കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്കും ട്രംപ് വന്നു. ഈ രണ്ട് കാര്യങ്ങളും ഇറാനിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരുപോലെ തന്നെ നിരാകരിച്ചു. അവർ വ്യക്തമാക്കുന്നത് ഒമാനും ഇറാനും മാത്രമാണ് ഈ ഹോർമുസ് കടലിടുക്കിന് മേലുള്ള പരമാധികാരമുള്ളത്. ഈ രണ്ട് രാജ്യങ്ങൾക്കപ്പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് അതിൽ പങ്കു നൽകാനോ ഈ തങ്ങളുടെ ഉത്തരവാദിത്വം, തങ്ങളുടെ പരമാധികാരം ഉപേക്ഷിക്കാൻ ഈ രണ്ട് രാജ്യങ്ങളും ഒരുക്കമല്ല എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം യുദ്ധം പുനരാരംഭിക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് ഗൾഫ് മേഖലകളിൽ ഉൾപ്പെടെ ആക്രമണമുണ്ടായോ? ഇന്നിപ്പോൾ കുവൈത്തിന് നേർക്കാണ് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം IRGCയുടെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് ഗൾഫ് മേഖലയിലെ ഒരു അമേരിക്കൻ വ്യോമ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നു എന്നാണ്. അതിന്റെ അനുബന്ധമായിക്കൊണ്ട് US സെൻട്രൽ കമാൻഡ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ഇറാൻ അയച്ചിരിക്കുന്ന 2 ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾ പ്രതിരോധിച്ചു എന്നാണ്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായോ ആർക്കെങ്കിലും പരിക്കേറ്റതായിട്ടോ അമേരിക്കയോ കുവൈത്തോ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നിരന്തരമായിട്ട് തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ലംഘിച്ചു വരുന്ന ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് കുവൈത്തും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളും അപലപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സംഘർഷം ഇനിയും ഇതേ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും യുദ്ധം പുനരാരംഭിച്ചേക്കുമെന്ന ഒരു ആശങ്ക പടർത്തിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോഴും തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നു. അല്പം മുമ്പ് പാക് വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാക് പട്ടാള മേധാവി അസീം മുനീറും പിന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഈ അർത്ഥത്തിലുള്ള കടുത്ത നിലപാടുകൾ കൈക്കൊള്ളരുത്, ചർച്ചയുമായി തന്നെ മുന്നോട്ട് പോകണം, ലബനാനിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയെ ഇടപെടിപ്പിക്കാം എന്നതുൾപ്പെടെയുള്ള ചില ഉറപ്പുകൾ പ്രധാന മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇറാന് കൈമാറിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബെയ്റൂത്തിന് നേർക്കുള്ള ആക്രമണ പദ്ധതി തൽക്കാലം ഇസ്രായേൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ ചർച്ചയിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ ഇറാൻ തയ്യാറായേക്കും. അതല്ല, കൂടുതൽ ശക്തമായിട്ടുള്ള ഈ ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രായേലിനെ അമേരിക്ക പ്രേരിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സമാധാന ചർച്ചകൾ കൂടുതൽ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും നീങ്ങുന്നത്. ദിവ്യ.